ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം ബാങ്കിങ്. ഇന്നലെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു വാർത്തയാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. തൊഴിൽ തേടുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. കൂട്ട നിയമനത്തിനൊരുങ്ങി പൊതുമേഖലാ ബാങ്കുകൾ. 50,000-ലധികം വേക്കൻസീസുമായിട്ടാണ് ഈ കൊല്ലം നമ്മളെ കാത്ത് ബാങ്ക് എക്സാംസ് വരുന്നത്. ഇപ്പൊ തന്നെ കട്ടയ്ക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു വശത്ത് SBIP-യുടെ നോട്ടിഫിക്കേഷൻ വന്നു, അതിനുശേഷം IBPS-PO നോട്ടിഫിക്കേഷൻ വന്നു. ഇനി അടുത്തത് IBPS ക്ലർക്ക് വരാനുണ്ട്, RRB-PO അത് കഴിഞ്ഞ് RRB ക്ലർക്ക് ഉണ്ട്. ഇതെല്ലാം നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ടെൻഷേറ്റീവ് ഡേറ്റ്സ് അറിയാവുന്ന എക്സാംസിന്റെ കാര്യം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ വേറെയുണ്ട്. SBI ക്ലർക്ക് ഇനിയും വരാനുണ്ട്, അതേപോലെ തന്നെ FCI എക്സാംസ് വരാനുണ്ട്, ദെൻ RBI അസിസ്റ്റന്റ് വരാനുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞത് ബാങ്ക് എക്സാംസിന്റെ കാര്യം മാത്രമാണ്. ഇതേ സിലബസ് പഠിച്ച് നമുക്ക് ഇൻഷുറൻസ് എക്സാം എഴുതാം അല്ലെ? ഒരുപാട് ഇൻഷുറൻസ് എക്സാംസ് ഇനി വരാനുണ്ട്. അപ്പൊ ശരിക്കും ഈ വർഷം കട്ടയ്ക്ക് പിടിച്ചാൽ 2026 ആകുമ്പോഴത്തേക്കിന് ഒരു ബാങ്കർ ആകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. പക്ഷെ ഒരുപാട് ആസ്പിറൻസിന് ഇത്രയും എക്സാംസ് ഒരുമിച്ച് വരുമ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ 2 കാറ്റഗറിയാണ് ആൾക്കാർ. അതായത് ഇപ്പൊ ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ, ബാങ്ക് എക്സാംസിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. എന്താണ് ബാങ്ക് എക്സാംസ് എന്നൊന്നും അറിയാത്ത ഒരാൾ, അതായത് ബിഗിനേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇത് കൂടാതെ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കഴിഞ്ഞ വർഷം വളരെ കുറച്ച് മാർക്കുകൾക്ക് മാത്രം SBI ക്ലർക്കൊക്കെ മിസ്സായ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ 2 കൂട്ടരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിനിയും വരാനുള്ള എക്സാംസ് ഏതൊക്കെയാണ്, അതിന്റെ ഡേറ്റും ഒന്ന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇപ്പോ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മുന്നോട്ടേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിനി വരാനുള്ള എക്സാംസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് ആദ്യം വരാനുള്ളത് SBI PO പ്രിലിംസ് ആണ്. ആ SBI PO പ്രിലിംസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റിൽ പ്രതീക്ഷിക്കാവുന്ന എക്സാമാണ് അല്ലെ? നമുക്ക് കൃത്യം ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും. ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരിക്കും നമുക്ക് SBI POയുടെ പ്രിലിംസ്. ശ്രദ്ധിക്കണേ, ഇത് SBI POയുടെ പ്രിലിംസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് വരാനുള്ള എക്സാം എന്ന് പറയുന്നത് SBI PO പ്രിലിംസ് ആണ്. അപ്പോ നിങ്ങൾ ഡേറ്റ് കണ്ടോ? ജൂലൈ ലാസ്റ്റ് എന്ന് പറയാൻ ഇനിയും 2 ആഴ്ചയേ ഉള്ളൂ അല്ലെ? അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. അതിനുശേഷം ഉള്ള പ്രിലിംസ് എന്ന് പറയുന്നത് IBPS PO പ്രിലിംസാ. അതിന്റെ ഡേറ്റ് ഓൾറെഡി IBPSന്റെ കലണ്ടർ വന്നപ്പോൾ, റിവൈസ്ഡ് കലണ്ടർ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. ഓഗസ്റ്റ് 17, 23, 24. ഓക്കെ, അപ്പൊ ശരിക്കും ഓഗസ്റ്റില് നമുക്ക് 2 എക്സാം ആണ്, അതും പ്രിലിംസ്. രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടും PO ആണ്. ഓക്കെ, എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എന്നുള്ളത് പറയാം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പക്ഷെ ആ ഒരു ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്ക് വരാനുള്ളത് SBI PO മെയിൻസാ. കറക്റ്റ് ഡേറ്റ് അറിയില്ല, ബട്ട് ഉറപ്പായിട്ടും അത് സെപ്റ്റംബറിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് നമുക്കുള്ള പ്രിലിംസ് എന്ന് പറയുന്നത് IBPS ക്ലർക്ക് പ്രിലിംസ് ആണ്. അത് ഒക്ടോബർ 4, 5, 11. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ഉണ്ട്. അത് കഴിഞ്ഞും റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. IBPS PO മെയിൻസ് ഒക്ടോബർ 12. നിങ്ങൾ ഈ ഒരു ഡേറ്റ് ശ്രദ്ധിച്ചോ. IBPS ക്ലർക്കിന്റെ പ്രിലിംസ് 4-നും 5-നും 11-നും ഉണ്ട്. തൊട്ടടുത്ത ദിവസം IBPS PO മെയിൻസ് ഉണ്ട്. ഞാനിത് എടുത്ത് പറയുന്നത് എന്തിനാണെന്നറിയോ? പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്യുക, മെയിൻസ് പ്രിപ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക, സമയമില്ല. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് പറയാം, ഡോണ്ട് വറി. ദെൻ RRB PO പ്രിലിംസ്. അതിനുശേഷം നമുക്ക് വരാനുള്ളതാണ് RRB POയുടെ പ്രിലിംസ്. അതിന് ഇച്ചിരി ഒരു സാവകാശം ഉണ്ട് അല്ലെ? ഇന്ന് തൊട്ട് നോക്കിയാൽ സാവകാശമുണ്ട്, അല്ലാതെ നോക്കിയാൽ വലിയ അകലമൊന്നും ഇല്ല. ഇത് ഒക്ടോബർ 12, അത് കഴിഞ്ഞിട്ട് നവംബർ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം ഇല്ല. നവംബർ 22, 23-നുമാണ് RRB POയുടെ പ്രിലിംസ് വരിക. അതിനുശേഷം IBPS ക്ലർക്ക് മെയിൻസ് എന്നത്തേക്കാ വന്നിട്ടുള്ളത്? നവംബർ 29. ഓക്കെ, അതിനുശേഷം നോക്കിക്കേ RRB ക്ലർക്കിന്റെ പ്രിലിംസ്. അപ്പൊ ഇത് രണ്ടും ശരിക്കും RRB POയുടെ പ്രിലിംസും IBPS ക്ലർക്കിന്റെ മെയിൻസും നവംബർ ഒരു 1 വീക്ക് വ്യത്യാസമേ ഉള്ളൂ. നോക്കിക്കേ, RRB POയുടെ പ്രിലിംസും IBPS ക്ലർക്കിന്റെ മെയിൻസും തമ്മിൽ 1 വീക്ക് വ്യത്യാസമേ ഉള്ളൂ. അതിനുശേഷം RRB ക്ലർക്കിന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് ഡിസംബർ 6, 7, 13. ഏതിന്റെ? RRB ക്ലർക്ക്.
ദെൻ പിന്നെ ഇനി അതിന്റെ മെയിൻസ് RRB POയുടെ മെയിൻസ് വരുന്നത് December 28 ആൻഡ് ലാസ്റ്റ് RRB ക്ലർക്കിന്റെ മെയിൻസ് February 1. ഇതാണ് ഇപ്പൊ നമുക്ക് ഡേറ്റ്സ് അറിയാവുന്ന എക്സാംസ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന SBI ക്ലർക്ക് വരാം. സോ അതിന്റെയും പ്രിലിംസും മെയിൻസും ഉണ്ടാകും. അപ്പൊ ശരിക്കും ഈ ഡേറ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അടുപ്പിച്ചടുപ്പിച്ച് എക്സാം ആണ്. ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ടെൻഷനും പേടിയൊക്കെ തോന്നും ഏത് എക്സാം കാണുമ്പോൾ. SBI POയും IBPS POയുടെയും പ്രിലിംസും അതേപോലെ തന്നെ മെയിൻസും ഒക്കെ കാണുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഒരു ടെൻഷൻ തോന്നും. കാരണം ഒട്ടും സമയമില്ല, ഇനിയിപ്പോ നോക്കി കഴിയുമ്പോഴത്തേക്കിന് ഓഗസ്റ്റ് ആണ്, അപ്പൊ നമുക്ക് ഒട്ടും സമയമില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ തോന്നും. നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് ഇപ്പൊ എക്സാം ഉടനെ വരികയാണ്, എന്തെങ്കിലും ഒരു മോക്ക് അങ്ങ് ചെയ്തേക്കാം എന്ന് കരുതി നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആകാൻ തന്നെയാണ് ചാൻസ്. കാരണം ടോപ്പിക്സ് അറിയില്ല. അപ്പൊ മോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കുറയും. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണ്, ജസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആകെപ്പാടെ 4 സബ്ജക്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ 4 സബ്ജക്ട് പഠിച്ചുകൊണ്ട് ഒരുപാട് എക്സാംസ് ആണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക. ഈ ഓരോ സബ്ജക്റ്റിന്റെയും എൻറ്റയർ സിലബസ്, അതായത് ഓരോ ടോപ്പിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കണം. ബാങ്കിങ് എക്സാം ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. കാരണം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യനും കുറച്ച് സമയമാണ് ഉണ്ടായിരിക്കുക. സെക്ഷണൽ ടൈമിംഗ് നമുക്ക് ഉറപ്പായിട്ടും എക്സാമിനുണ്ട്. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ ഇപ്പൊ ഓൾമോസ്റ്റ് നിങ്ങൾ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ, സിലബസ് എന്ന് പറയുന്നത് എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനും സെയിമാ, ഒരു വ്യത്യാസവും ഇല്ല. ഏറ്റവും കുറവ് സിലബസ് ഏത് എക്സാമിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ബാങ്ക് എക്സാമിനാണ്. അപ്പൊ സിലബസ് എല്ലാത്തിനും സെയിമാ. ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓരോ ടോപ്പിക്കും നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു റിപ്പീറ്റർ ആണ്, നിങ്ങൾ അത്യാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ SBI POയും IBPS POയും എങ്ങനെ ഒരേ സമയം കൊണ്ടുപോകും, അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ഉണ്ട്, ഇതെല്ലാം കൂടെ എങ്ങനെയാ മാനേജ് ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇപ്പൊ IBPS POയുടെയും SBI POയുടെയും കുറെ പേർക്കുള്ള ഒരു ഡൗട്ട്, IBPS POയുടെ പാറ്റേൺ മാറിയല്ലോ. ഇപ്പൊ 35 ക്വസ്റ്റ്യനും 40 മാർക്കും 20 മിനിറ്റും ആണല്ലോ സമയം. പക്ഷെ SBI POയ്ക്ക് അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഇത് ക്ലാഷ് ആകുമോ? അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നിങ്ങൾക്ക് ഈ 2 പ്രിപ്പറേഷൻ ഒരേപോലെ കൊണ്ടുപോകാം. നമുക്കാകെ എല്ലാത്തിനും സെയിം സിലബസ് ആണ്. അത് PO ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും സെയിം സിലബസ് ആണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ചോദിക്കുന്ന ചോദ്യത്തിന്റെ ലെവലിലുള്ള വ്യത്യാസമാണ്. ഓൾമോസ്റ്റ് SBI POയും IBPS POയും സെയിം ലെവലാണ്. ഇച്ചിരി കൂടെ ടോപ്പ് വേണമെങ്കിൽ എനിക്ക് SBI PO പറയാം, അല്ലെ? രണ്ടും പ്രൊബേഷണറി ഓഫീസറാണ്. നിങ്ങൾക്ക് രണ്ടിന്റെയും പ്രിപ്പറേഷൻ ഒരേപോലെ തന്നെ കൊണ്ടുപോകാം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്തു, ദെൻ മോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടെങ്കിൽ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ റീസണിങ്ങോ ഇംഗ്ലീഷോ ഏതാണോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, അതിന്റെ സെക്ഷണൽസ് നിങ്ങൾക്ക് ചെയ്യാം, സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മെജോറിറ്റി ആസ്പിറൻസും അനലൈസ് ചെയ്യാറില്ല. നിങ്ങൾ അത്യാവശ്യം സിലബസ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ ഈ അനാലിസിസിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഇന്നൊരു മോക്ക് ടെസ്റ്റ് ചെയ്തു, ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 50 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നിങ്ങൾ അടുത്ത ദിവസം അടുത്ത മോക്ക് ചെയ്തു, അങ്ങനെ നിങ്ങൾ ഒരു 1 വീക്കിൽ ഒരു 5 മോക്ക് ചെയ്തെന്ന് വെച്ചോ, അല്ലെ ഒരു 4 മോക്ക്, അപ്പോൾ ഒന്നിടവിട്ടാണെങ്കിലും ചെയ്ത് ഡെയിലി ചെയ്യുക. കാരണം ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോളം SBI PO വരും, ദെൻ സെക്കൻഡ് വീക്കിൽ നമുക്ക് IBPS PO ഉണ്ട്. സോ ഡെയിലി മോക്ക് ചെയ്യാന്ന് ഞാൻ പറയും. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ ലെങ്ത് മോക്ക് ചെയ്യണം ഫോർ IBPS PO ആൻഡ് SBI PO. ഇപ്പൊ ഇന്ന് നിങ്ങൾ ഒരു മോക്ക് ചെയ്തു, നാളെ ചെയ്തു, അങ്ങനെ ഈ ഒരു വീക്കിൽ നിങ്ങൾ ഒരു 5 മോക്ക് അല്ലെങ്കിൽ ഒരു 6 മോക്ക് ചെയ്തു എന്ന് വെച്ചോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 50 മാർക്ക് കിട്ടി, 60 മാർക്ക് കിട്ടി, 70 മാർക്ക് കിട്ടി. നിങ്ങളത് അനലൈസ് ചെയ്തിട്ടാ പോയത്. ഈ ആഴ്ച നിങ്ങൾ ഏത് മോക്കാണോ ചെയ്തത് അത് തന്നെ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ ആ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 100% കിട്ടിയിരിക്കണം. കാരണം നിങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് പോയതെങ്കിൽ ഉറപ്പായിട്ടും, കാരണം അപ്പോൾ നിങ്ങളിപ്പം റീസണിങ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാ ടോപ്പിക്സും 1 റൗണ്ട് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ ചുമ്മാ മോക്ക് മാത്രം ചെയ്തു പോയിട്ട് യാതൊരു കാര്യമില്ല. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ചെയ്ത് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം.
ഓക്കെ, അനലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഇതേ സെയിം മോക്ക് നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് വീക്ക് ആണെങ്കിലും ചെയ്താൽ മതി. ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്യാം. പക്ഷെ ഗ്യാപ്പ് ഇട്ട് ചെയ്ത മോക്ക് വീണ്ടും റീ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% വരണം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് അങ്ങനെ ചെയ്യുക. അല്ലാതെ ഇപ്പൊ രാവിലെ ഒരു മോക്ക് ചെയ്തു, പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയില്ല, ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഉടനെ അടുത്ത മോക്ക് ചെയ്യുന്നതിലല്ല കാര്യം. അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി ഒരു കാര്യം പറയട്ടെ, ഫോക്കസ് ഓൺ പ്രിലിംസ് ആൻഡ് മെയിൻസ്. വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. കാര്യം എന്താ, ഞാൻ ഓൾറെഡി ഡേറ്റ് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. ഓൾറെഡി തന്നെ ഇവിടെ ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടുത്തെ കേസില് വേണ്ട IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ആണ് ഒക്ടോബർ 4, 5. അതേപോലെ തന്നെ SBI POയുടെ മെയിൻസ് സെപ്റ്റംബറിലുണ്ട്. ദെൻ ഇതിന് തൊട്ടടുത്ത് നമ്മുടെ IBPS PO മെയിൻസ് ഉണ്ട്. നോക്കിക്കേ, വേണ്ട ഇവിടെ RRB POയുടെ പ്രിലിംസ് നവംബറിലുണ്ട്, IBPS ക്ലർക്ക് മെയിൻസ് നവംബറിലുണ്ട്. ശരിക്കും പ്രിലിംസും മെയിൻസും ഒരുപാട് ഗ്യാപ്പ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ പ്രിലിംസും മെയിൻസും ഒരേപോലെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. നിങ്ങൾ ഒരു റിപ്പീറ്റർ ആണെങ്കിൽ ഈ മന്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിൻസ് ഫോക്കസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ട് 1 hour സ്പെൻഡ് ചെയ്താൽ പോരെ. നിങ്ങൾ ഒരു മോക്ക് ചെയ്യാൻ 1 hour എടുക്കും, പോകട്ടെ, അതിന്റെ അനാലിസിസ് ഒരുപാട് സമയം എടുക്കില്ല, എങ്കിലും ഒരു അരമണിക്കൂറും കൂടെ നിങ്ങൾ എക്സ്ട്രാ എടുത്തോ. 1.5 മണിക്കൂർ മതി നിങ്ങൾക്ക് എന്തിന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, പ്രിലിംസിന് വേണ്ടിയിട്ട്. ബാക്കി ഫുൾ ടൈം നിങ്ങൾ എന്തിനു കൊടുക്കുക, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അത് ക്വാണ്ട് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, മെയിൻസിന് സമയം കൊടുക്കുക. കാരണം മെയിൻസ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാങ്കർ ആകാൻ പറ്റുള്ളൂ. പ്രിലിംസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പ്രിലിംസ് ക്വാളിഫൈ ആയാലും മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കട്ടക്കുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ എന്റെ സബ്ജക്ട് റീസണിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ ഡെയിലി ഒരു ഹൈ ലെവൽ പസിൽസ്, ഡെയിലി ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡെയിലി ഒരു ഡാറ്റ സഫിഷ്യൻസി, ദെൻ പ്ലസ് മിസ്ലേനിയസ് എല്ലാം എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ കോഡഡ് ഡയറക്ഷൻ, കോഡഡ് ബ്ലഡ് റിലേഷൻ ചെയ്താൽ അടുത്ത ദിവസം കോഡഡ് ഇൻഇക്വാളിറ്റി ചെയ്യുക, അടുത്ത ദിവസം ഒരു ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ചെയ്യുക. പക്ഷേ ഹൈ ലെവൽ പസിൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ഡാറ്റ സഫിഷ്യൻസി, ഇത് 3 നിങ്ങൾ ഡെയിലി ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ക്വാണ്ടിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈ ലെവൽ DI പ്രാക്ടീസ് ചെയ്യണം, ഹൈ ലെവൽ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കേസിലെ DI, എല്ലാ ടൈപ്പ് ഓഫ് DIസും നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഇംഗ്ലീഷും മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ജനറൽ അവയർനെസ് മറന്നു പോകരുത്. ഡെയിലി ഒരു 1 hour അല്ലെങ്കിൽ ഒരു 45 minutes നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അത് ഡെയിലിയോ വീക്കിലിയോ മന്ത്ലിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാം. പക്ഷെ ഡെയിലി കറണ്ട് അഫയേഴ്സിന് എന്ത് ചെയ്തിരിക്കണം, ടൈം മാറ്റി വെച്ചിരിക്കണം. ഇങ്ങനെ നിങ്ങൾ മെയിൻസും കൂടെ ഫോക്കസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ IBPS PO SBI POയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ഉള്ള ഗുണം എന്താണ്? ശരിക്കും നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്തി നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് താഴോട്ട് വരുന്ന IBPS ക്ലർക്ക് പ്രിലിംസ് ആണെങ്കിലും, IBPS ക്ലർക്ക് മെയിൻസ് ആണെങ്കിലും, RRB PO ക്ലർക്ക് ആണെങ്കിലും, RRB PO ആൻഡ് RRB ക്ലർക്കിന്റെ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വളരെ ഈസി ആയിട്ട്. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി, ജസ്റ്റ് മോക്ക് ചെയ്താൽ മതി, ഡെയിലി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷെ ഇതിന് പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അത്രയും ലാഗ് വരും. അല്ലെങ്കിൽ എനിക്ക് SBI PO വേണ്ട, അടുത്തത് തൊട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ ഒരു റിപ്പീറ്റർ ആണെങ്കിൽ ഇത് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് നോക്കി വരിക. ഞാൻ ആ പറഞ്ഞത് ക്ലിയർ ആയും തോന്നുന്നു. ഓക്കെ, വേണ്ട മോക്ക് ടെസ്റ്റ് ചെയ്യണം എപ്പോഴും. കണ്ട് ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ആഫ്റ്റർ ദി സിലബസ് കംപ്ലീഷൻ. സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ആകും എന്നുള്ളതല്ലാതെ നിങ്ങളുടെ മാർക്ക് കുറയുമ്പോൾ അയ്യോ എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു, എനിക്ക് എക്സാം കിട്ടില്ല. ശരിക്കും നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് വരിക? സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് നിങ്ങളുടെ മോക്കിന്റെ സ്കോർ ഉയരത്തുള്ളൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം IBPS PO SBI POയ്ക്ക് കട്ടയ്ക്ക് നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. കറണ്ട് അഫയേഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. ബാക്കി കണ്ടിന്യൂസ് മോക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക ആൻഡ് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് മെയിൻസ് ലെവൽ വേണമെങ്കിൽ മോക്ക് ചെയ്യാം, വേണമെങ്കിൽ അല്ല ചെയ്യണം. അത് ഫുൾ ലെങ്ത് ചെയ്തില്ലെങ്കിലും സെക്ഷണൽ ചെയ്താൽ മതി. സെക്ഷണൽ റീസണിങ്, സെക്ഷണൽ ക്വാണ്ട് മെയിൻസ് ലെവൽ ചെയ്യുക. അതിന് ഇച്ചിരി കൂടെ സമയം എടുക്കും, അനാലിസിസിനും ടൈം എടുക്കും. പ്രിലിംസ് പോലെയല്ല. പക്ഷെ ഡെയിലി പ്രിലിംസിന്റെ ഒരു മോക്ക് ചെയ്തോണം, അത് അനലൈസും ചെയ്തോണം. റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ മാർക്ക് വരുന്ന കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിനിടയിൽ നമുക്ക് ആരെ പ്രതീക്ഷിക്കാം, നമ്മളുടെ SBI ക്ലർക്കിനെ പ്രതീക്ഷിക്കാം അല്ലെ. അപ്പോൾ SBI ക്ലർക്കിന് നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ 1.5 month പ്രിലിംസ് ഉണ്ടാകും. ദെൻ അതിനുശേഷം 1 month ഗ്യാപ്പിൽ മെയിൻസും ഉണ്ടാകും.
അപ്പൊ ഇതിനിടയിൽ അതുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്ന എക്സാം, ഇതെല്ലാം നമുക്ക് ഡേറ്റ് അറിയാം. SBI ക്ലർക്കും എന്തായാലും വരും. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാം ഇതിനിടയിലുണ്ട്. FCI എക്സാംസ് ഉണ്ട്, RBI അസിസ്റ്റന്റ് ഉണ്ട്. ഇനി ഇൻ ബിറ്റ്വീൻ ഇതിനിടയിൽ ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് എക്സാം വരും, ഇൻഷുറൻസ് എക്സാം വരും. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ സിലബസിൽ എഴുതാൻ പറ്റുന്ന എക്സാമാ. അപ്പൊ ശരിക്കും നമ്മളൊരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അവസരമാണ് നമ്മളുടെ മുന്നിലുള്ളത്. അത് മടി പിടിച്ചിരുന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളുടെ ഈ ഒരു ക്രൂഷ്യൽ ടൈം കളയരുത്. ഓക്കെ, അപ്പൊ റിപ്പീറ്റേഴ്സിന് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ ചോദിക്കും, ബിഗിനേഴ്സ് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ തോന്നും, അപ്പോൾ ഞങ്ങൾക്ക് IBPS PO കിട്ടുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് SBI PO കിട്ടുമോ? SBI PO ജൂലൈ ലാസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ 2 എക്സാം കൊണ്ട് തീരുവാണോ നമ്മളുടെ ബാങ്ക് എക്സാം? അല്ല. അതിനുശേഷം നമുക്ക് വരുന്ന RRB എന്ന് പറയുന്നത്, നോക്കിക്കേ, RRB ക്ലർക്കിന്റെ പ്രിലിംസും അതേപോലെ തന്നെ RRB POയുടെ പ്രിലിംസും വരുന്നത് നവംബറിലാ. ഇപ്പൊ തൊട്ട് നോക്കിയാൽ എത്ര സമയമുണ്ട്? ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അല്ലെ, 4 മാസം ഉണ്ട്. നമ്മൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങളും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, IBPS POയ്ക്ക് അപ്ലൈ ചെയ്തോ. എക്സാംസ് എഴുതിയാണ് നമ്മൾ എന്താ പറയുക, നമുക്ക് ശരിക്കും ഒരു തഴക്കം വരുന്നത്. എങ്ങനെ എഴുതണം, എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, നമ്മൾ ഇപ്പൊ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എനിക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുക എക്സാംസ് എഴുതി മാത്രമാണ്. സോ എനിക്കൊന്നും അറിയില്ല, അപ്പൊ എനിക്കൊന്നും അറിയില്ല, ഞാൻ എക്സാംസ് എഴുതുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ എക്സാംസ് എഴുതുമ്പോൾ മാത്രമാണ് ഞാൻ ഇനി എത്രത്തോളം ഉയരാനുണ്ട് എന്നുള്ളൊരു കാര്യം സ്വയം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 2 months, ഒരു 40 days, ഓൾമോസ്റ്റ് ഒരു 40 to 45 days എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക? സെക്ഷണൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് 4 സബ്ജക്റ്റേ ഉള്ളൂ, QA, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്. ഈ 3 സബ്ജക്റ്റും പ്ലസ് ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്, ഇത്രയും മാത്രമാണ് നമ്മുടെ എൻറ്റയർ സിലബസ് എന്ന് പറയുന്നത്. ഈ ഓരോ സബ്ജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഡേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെയും എൻറ്റയർ സിലബസ് ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനത്തെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? 2 രീതിയിലും, ക്ലർക്ക് ലെവൽ ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, PO ലെവൽ ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സിലബസ് സെയിം ആണ്, പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള ലെവലിലുള്ള വ്യത്യാസം മാത്രമാണ്. അപ്പോഴത്തേക്കിനും നിങ്ങൾ RRB POയ്ക്ക് സെറ്റ് ആകും, RRB PO ആൻഡ് RRB ക്ലർക്ക്. ഓക്കെ, അതിനുശേഷമേ ഉള്ളൂ നമുക്ക് ഇൻ ബിറ്റ്വീൻ അതിനിടയിൽ വരുന്ന വേറെയും എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. അപ്പൊ ബിഗിനർ ആണെങ്കിൽ ഈ സിലബസ് ഒക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ സൈലം ബാങ്കിങ്ങിന്റെ കൂടെ ചേർന്ന് പഠിക്കാം നിങ്ങൾക്ക്. നമ്മളുടെ ഏറ്റവും പുതിയ ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. ജൂലൈ 9 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ബേസ് ടു അഡ്വാൻസ് ആണ് നമ്മളുടെ ക്ലാസിന്റെ പ്രത്യേകത. അത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാത്തിനുമുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ സൈലം ബാങ്കിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഓൺലൈൻ ബാച്ച് ആണ്. നമുക്ക് ഓൺലൈൻ ആയിട്ടും പഠിക്കാം സൈലത്തിന്റെ കൂടെ, അതേപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്ക് സൈലം ബാങ്കിങ്ങിനോടൊപ്പം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ആണ് എടുക്കാൻ താല്പര്യമെങ്കിൽ ലേറ്റസ്റ്റ് ബാച്ച് ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. ഓക്കെ, ഇനി ഇതിന്റെ ക്ലാസ്സസ് എങ്ങനെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ബാച്ചിൽ ചേരുന്നതിന് മുന്നേ അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ IBPS SBI ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട്. 5 ദിവസത്തെ ഫ്രീ ഡെമോ ക്ലാസ് ജൂൺ 30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ബാങ്കിങ് കോഹോർട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് IBPS SBI ഫ്രീ ഡെമോ ക്ലാസ്സസ് ബാച്ച് അതിൽ കാണാൻ പറ്റും, ഡെമോ ബാച്ച്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ക്ലാസ്സസ് ഉണ്ട്, അതിൽ കയറി കാണാം നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ്. ഓൾറെഡി യൂട്യൂബിൽ കുറേ ക്ലാസ്സസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. ഇത് ഓൺലൈൻ ബാച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഫ്ലൈനിൽ എന്നാ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, അടുത്ത റെഗുലർ ബാച്ച് നമ്മൾ ഓൾറെഡി ഒരു റെഗുലർ ബാച്ച് റണ്ണിംഗ് ആണ്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മുടെ സൈലം ബാങ്കിങ് ടീമിന്റെ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ബാച്ച് എന്ന് പറയുന്നത് ജൂലൈ 23 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതും കോഴിക്കോട് സൈലം വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. ഇവിടെയും ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, ബേസ് മുതലുള്ള ക്ലാസ്സസ് ആയിരിക്കും. കാരണം ബേസ് ടു അഡ്വാൻസ് എന്ന രീതിയിൽ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാത്തിനുമുള്ള സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ? എങ്കിൽ
നിങ്ങൾക്കിപ്പോൾ റിപ്പീറ്റേഴ്സിന് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്ന് മിസ് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? നമുക്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്, അതും ഓൺലൈനായിട്ടും ഉണ്ട് ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്. ഓൺലൈൻ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രിലിംസ് എല്ലാം കഴിഞ്ഞ് ഇപ്പം മെയിൻസ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ മെയിൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമെങ്കിൽ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജനുവരി 31 വരെ നമ്മുടെ ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ട്. കംപ്ലീറ്റ് പ്രിലിംസിന്റെ പ്രാക്ടീസ് സെറ്റ് അതിലുണ്ട്. പ്രിലിംസിന്റെ പ്രാക്ടീസും മെയിൻസിന്റെ പ്രാക്ടീസും ഒരേപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓൺലൈൻ ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണേലും ഓഫ്ലൈൻ ആയിട്ടാണേലും നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു ഡൗട്ട് ആൻഡ് കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതർവൈസ് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഒറ്റ കാര്യമുള്ളൂ, നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. ബാങ്ക് എക്സാംസിന്റെ സീസണായി, ഇനിയും കളയാൻ സമയമില്ല. സോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.